അതെ, ലീവാണ്. ഞാൻ അർജന്റായിട്ട് ട്രിവാൻഡ്രം വരെ ഒന്ന് പോവാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിരിച്ചു വരും. ഒരു അർജന്റ് കാര്യത്തിന് പോവാം. തിരിച്ചു വന്നിട്ടെല്ലാം പറയാം. എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുക. ഓക്കെ, സീ യു. ഹലോ ഹലോ ഹലോ. പറഞ്ഞോ, കേക്കാം. ആ, നീയായിരുന്നോ? എവിടെ പോയി നിന്റെ ഗാർഡിയൻ, ഹോം നഴ്സ്? ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. അയ്യോ, വേണ്ട വേണ്ട, എനിക്ക് അവളെ പേടിയാ. കൊടുക്കല്ലേ. എന്തിനും വിളിച്ചെന്ന് പറ. ഞാൻ ഇവിടെ സമാധാനമായിട്ട് കഴിയായിരുന്നു. അതെനിക്ക് മനസ്സിലായി. എന്റെ ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നീ സന്തോഷത്തിൽ കഴിയാണെന്ന്. അത് നശിപ്പിക്കാൻ വേണ്ടിയാണോ ഇപ്പൊ ഈ വിളി? അതെ, ഞാൻ 2 ആഴ്ചത്തെ സമയമാണല്ലോ നിനക്ക് തന്നിരുന്നത്, ആലോചിക്കാനും ശരിയായ തീരുമാനം എടുക്കാനും. ഇപ്പോ അതിനുശേഷം മാസം 1 ആകാൻ പോകുന്നു. നീ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കൂടെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നീ ആദ്യം സ്വന്തം ഇഷ്ടപ്രകാരം ഭരിച്ച ഭർത്താവ്, ഈ രവിശങ്കർ. കുഞ്ഞു എന്റേതാണല്ലോ. ഞാൻ ശരത്തേട്ടന്റെ കാര്യമാ പറഞ്ഞത്. അധികം താമസിയാതെ ഞാൻ ആ വീട്ടിലോട്ട് പോവും. ഹരിതേ, നീ ഒരിടത്തേക്കും പോവില്ല. അഥവാ പോയാലും നീ എവിടെയുണ്ടോ അവിടെ ഞാൻ എത്തിയിരിക്കും, നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ സമയം 6 മണി. ഞാൻ എയർപോർട്ടിലേക്ക് പുറപ്പെടുക. 8 മണിക്കാണ് ഫ്ലൈറ്റ്. കൃത്യം 10 മണിക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കും. ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ടാക്സി പിടിച്ച് കൃത്യം 11 മണിക്ക് ഞാൻ നിന്റെ വീട്ടിലെത്തും. നിനക്ക് അത്യാവശ്യം എടുക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. നിന്റെ ഡ്രസ്സ്, മോന്റെ ഡ്രസ്സ്, പിന്നെ ഓർണമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. 25 കിലോഗ്രാമേ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഓർമ്മ വേണം. പിന്നെ അത്യാവശ്യത്തിനൊരു ഹാൻഡ് ബാഗും കൈ കരുതിക്കോ. രവിയെങ്കിലും വേറെ വല്ല പെണ്ണുങ്ങളെയും വിളിച്ച് പറ. ഇതൊക്കെ എന്നോട് പറയണ്ട. നിന്നോട് തന്നെയാ പറഞ്ഞത്, വേറെ ആരോട് എനിക്ക് പറയാനില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ അനുസരിച്ചാ നിനക്ക് നല്ലത്. കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് പുറപ്പെടേണ്ട സമയമായി. ഞാൻ ഇറങ്ങുക. ബാക്കിയെല്ലാം നേരി കാണുമ്പോ. ഓക്കെ, ബൈ.